ഏറ്റവും സ്നേഹമുള്ള അച്ഛ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മൾ 164 സ്നേഹസംഗമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനേക്കാൾ മുമ്പ് വയനാട്ടിൽ മരിച്ചുപോയ ആളുകളുടെ അനുശോചനം അറിയിക്കാൻ വേണ്ടി പിയൂഷ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛ, അതുപോലെ ഇന്നത്തെ ഈ സ്നേഹസംഗമ മീറ്റിംഗിൽ എത്തിച്ചേർന്ന രീതികള്, അതുപോലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിയ ലീഡേഴ്സ്, ദക്ഷിണ ക്ലബിന്റെ ഭാരവാഹികള്, മറ്റു ഗ്രൂപ്പ് അംഗങ്ങളെ, നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടി വി തുറന്നു കഴിഞ്ഞാല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വയനാട് സംഭവിച്ച ആ വലിയ ദുരന്തം വരുമ്പോൾ ജാതിയോ മതമോ വർഗമോ അല്ലെങ്കിൽ വലിയ കളറോ നോക്കിയിട്ടല്ല ചെയ്തിരുന്നത്. ആ പ്രദേശം മൊത്തം അങ്ങ് മണ്ണെടുത്ത് വന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലും നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ ഒരു വിചാരത്തിന്റെ ഒരു സമയം കൂടിയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയിരിക്കുന്നത്. നമ്മളെ പോലെ ആയിരിക്കുന്ന ആളുകളും ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് ഈ സാഹചര്യത്തിൽ സാധിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാം. അല്ല, പറ്റാത്തവരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിനും, അതുപോലെ വേദന അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് എത്രയും പെട്ടെന്ന് രോഗം മാറുന്നതിനും, ക്യാമ്പുകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഭവനവും ജോലിയും തൊഴിലും വിദ്യാഭ്യാസവും ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അല്പസമയം നമ്മുടെ ജീവിതവും അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ ദുഃഖം നിറഞ്ഞ ജീവിതവും ഒന്ന് ഓർത്തുകൊണ്ട് ഒരു മിനിറ്റ് നേരം നമ്മൾ വയനാട്ടിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മൗനം ആചരിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ജെഫിൻ ആങ്കറിംഗ് ചെയ്യുന്നതാണ്. പ്രാർത്ഥന ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ദിലീപ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ചേട്ടാ, വെൽക്കം ടു ദ സ്ക്രീൻ. ദിലീപ് ചേട്ടാ, വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം. ഞാനിവിടെ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളൊരു എന്താ പറയാ ദുരന്ത ആ ഒരു ഇവിടെ കടന്നു പോവുകയാണ്. എന്തായാലും ഞാനിന്ന് പ്രാർത്ഥനാഗീതമായിട്ട് ചൊല്ലാൻ ഉദ്ദേശിച്ചത് എന്റെ കോളേജ് കാലഘട്ടത്തിൽ എന്നെ കൊണ്ട് പാടിച്ചിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പാടിയിരുന്ന ഒരു ഗാനമാണ്. അതില് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ചെറിയൊരു ഇതൊക്കെ കൊടുക്കും. കാരണം സ്ഥാനമറുത്തരുത് എന്നാൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഇതൊക്കെയുണ്ട്. അപ്പൊ ആ ഒരു എന്റെ കോളേജിൽ ഞാൻ പഠിച്ച ഒരു പ്രാർത്ഥനാഗീതമാണ് ഞാൻ പാടുന്നത്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നു. സത്യമാ ശുദ്ധ സ്നേഹമാ ദിവ്യത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായൊരു സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണം. ഭക്തിസാധനമായ പ്രാർത്ഥന ഗാനം ആലപിച്ച ദിലീപ് ചേട്ടന് ഒരുപാട് നന്ദി. അടുത്തത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ബഹുമാൻ മുണ്ടണ്ണ സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ സാർ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ദർശന
ക്ലബിലെയും ദർശന സൊസൈറ്റിയിലെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് പറഞ്ഞതാണ് എനിക്ക് ഇനി വ്യക്തിഗതമായിട്ടുള്ള കടമകള്. അപ്പോ കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ ശനിയാഴ്ചകളിലും നടത്തി വരാനുള്ള നമ്മുടെ ദർശന ക്ലബിന്റെ കുടുംബസംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 146ാമത് സ്നേഹസംഗമത്തിനാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. അപ്പം ഇതിന്റെ ആദ്യമായിട്ട് ഇതിന്റെ മീഡിയ ഇതിന്റെ എല്ലാ ഈ പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു ഇതാണ് ഇപ്പം പറയുന്നത്. ഞാൻ പ്രിപ്പയർഡ് അല്ല സത്യത്തിൽ. ഞാൻ വേറെ ചെറിയൊരു ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ പോകുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തിരക്കിലായിരുന്നു. അപ്പം അതിനേതായാലും പോകാൻ പറ്റില്ല. അതിനും ടീമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇത് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാതെയാണ് ഞാൻ ഇതിനകത്ത് സ്വാഗതത്തിൽ വരുന്നത്. മീഡിയ വിഭാഗം ഡയറക്ടറായ സെന്റ് തോമസ് കോളേജിലെ റവറൻ ഫാദർ ഫിജോ ജോസഫ് ആനപ്പാറയെ മീറ്റിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ എല്ലാമെല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ കൂടിയാണ്. CMI അച്ഛനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യാവുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ഞാനത് എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ടും നോക്കാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു ചെറിയ പ്രയാസമുണ്ട്, ക്ഷമിക്കുക. അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് ജേതാവുമായിട്ടുള്ള ശ്രീ രാജു പിള്ള മാരാരിക്കുളം ആലപ്പുഴയും ഗ്രൂപ്പിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിശിഷ്ട അതിഥിയായിട്ട് വന്നിട്ടുള്ള 20 വർഷമായി ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ സംസ്ഥാന ഭാരവാഹിയും ഇൻഡാക് എന്ന പ്രസ്ഥാനത്തിന് സംസ്ഥാന ഭാരവാഹിയുമായിട്ടുള്ള അതിൻ്റെയൊക്കെ സംഘാടകയായിട്ടുള്ള നമ്മുടെ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആളാണ്. ഞാൻ തന്നെയാണ് മാഡത്തിനെ ഇതിനകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ DC മാഡത്തെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ പേര് എഴുതിക്കാത്തതുകൊണ്ടുള്ള ചെറിയ പ്രയാസവും എനിക്കുണ്ട്. എന്താ പറയാ, റിപ്പോർട്ട് വായിക്കുന്ന ജോസ് കരട്ടി, അധ്യക്ഷൻ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ, CMI ഉദ്ഘാടനം പ്രസംഗം നടത്തുന്ന ഫിജോ ജോസഫ് ആലപ്പാടൻ, മുഖ്യാതിഥി ശ്രീമതി ഡേസി ജേക്കബ്, വിശിഷ്ടാതിഥികൾ രാജു പെപ്പള്ളി എന്നിവർക്ക് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു. തുടർന്ന് പരിപാടികൾ തുടരേണ്ടതാണെന്ന് ഞാൻ പറയാതെ കാര്യം ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. റിയലി സോറി. ഓക്കെ. ഈ തിരക്കുകൾക്കിടയിലും ഈ സ്നേഹ സംഗമത്തിലേക്ക് വന്ന സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജോസറിനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോസേട്ടാ, വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാലോ? കേൾക്കാം. നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോ ഓമന ചേച്ചിയുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, അത് നമുക്ക് ആഘോഷിക്കാം. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവ്വമുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതിയുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതിയുടെ ശിങ്കാരി മാൻ ടീം,
ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും കുട്ടി വളർത്തിയും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പുരോഹിതർക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പര വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദന പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖല ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരമുള്ളവരുമായിട്ടുള്ള 438 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ റേഡിയോ ഫോറം വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് ജാഗര മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ്. എന്തെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരന്തരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിന് കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിൽപ്പെട്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളെ DSF ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60 പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ, സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ മുഖ്യ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയം പറഞ്ഞവരെ, 27/7/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ PMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 163ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. സ്നേഹസംഗമം നടത്തിയത് ദർശന മീഡിയ ഗ്രൂപ്പ്. അവതരണം കുമാരി സിവിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന കുമാരി രതി ബാലൻ. സ്വാഗതം കുമാരി ലീന M. ജനാട്ടിക. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് AJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന്റെ വാക്കുകളിലൂടെ ഇന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യാനെത്തിയ എന്റെ കൂടെ പഠിച്ച തോമസ് അമലിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജപ്പൻ സാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോമൻ സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും. ഫലപ്രാപ്തി എല്ലാം വേണ്ടത് പരിശ്രമമാണ്. നമ്മുടെ വളർച്ച മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. 163ാം സ്നേഹസംഘത്തിന് എല്ലാ വിദ്യാശംസകളും നേരുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഫാദർ തോമസ് കൊല്ലപ്പള്ളി PMI അച്ഛനായിരുന്നു. പ്രിയപ്പെട്ട കോളമേറ്റ മുഖ്യാതിഥി രാജപ്പൻ സാർ, വിശിഷ്ടാതിഥി ജോബൻ സാർ, എനിക്ക് ഇന്ന് നിങ്ങളോടൊപ്പം അയക്കാൻ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ കോളമേറ്റിനെ നേരത്തെ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക.
സഹായിക്കുക. ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന് ചക്കുംപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ശ്രീ രാജപ്പൻ സാറായിരുന്നു. 163 സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത തോമസറ്റ, സോളംപറ്റ വിശിഷ്ടാതിഥി ജോമൻ സർ ഇതുപോലെ മുടങ്ങാതെ സ്നേഹത്തിൽ നടത്തുന്നത് വളരെ അഭിനന്ദനാർഹം അറിയിക്കുന്നു. ഇവരെ സഹകരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നത് കോതമംഗലം പിണ്ടിമന PH6 ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജോമൻ ജേക്കബ് സാറായിരുന്നു. ഉദ്ഘാടനം ചെയ്ത തോമസറ്റ, പ്രിയങ്കരനായ തോമസറ്റ വിശിഷ്ടാതിഥി രാജപ്പൻ സാർ, അവതരണം നടത്തുന്ന സിവിൽ പ്രാർത്ഥന ചൊല്ലിയ രഞ്ജിപാലൻ, സ്വാഗതം ചെയ്ത ലീന റിപ്പോർട്ട് വായിച്ച യോസേട്ടൻ. ഈ വലിയ സംഗമം എത്ര ചിട്ടയായി നടക്കുന്നു. വളരെ സന്തോഷം. സജീവ് വഴിയാണ് ഗ്രൂപ്പിനെ പറ്റി അറിയുന്നതും ഗ്രൂപ്പിലെത്തിയത്. ഞാൻ ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ നടത്തുന്ന മീറ്റിംഗ് 3.5 വർഷം കഴിഞ്ഞു എന്നതിൽ അഭിനന്ദനം അറിയിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് ശ്രീ ജോഷി ജോൺ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ. റിപ്പോർട്ട് വായിച്ച ജോസറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ ഫാദർ ഫിജോ ജോസഫ് അച്ഛൻ ആൽപ്പാടനത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഞാന് ഒരു ഷൂട്ടിലാണ്. ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോന്നറിയില്ല. കടുക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് നാളെ വിയാനി പുണ്യാളുടെ തിരുനാളായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷൂട്ടും കൂടി നടക്കുന്നുണ്ട്. കടുക് റിലീസ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാന് എന്റെ അടുത്ത് എനിക്ക് 1 വർഷം 2 വർഷം മുമ്പ് അങ്ങോട്ട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യാനായിട്ട്. പക്ഷെ അന്ന് ഞാൻ എന്തോ ഒരു ബിസിയിലായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ എന്താ പറയാ തിരക്കിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇന്ന് നിങ്ങളായിട്ട് ഒന്ന് കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു 10 മിനിറ്റ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം തോന്നി. അതിന്റെ പുറകിലുള്ള ഒരു പ്രധാന കാരണം, ഞാൻ ഇപ്പൊ BEd കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകം കൂടിയാണ്. 2020 നവജ്യോതി BEd കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. പെർഫോമിംഗ് ആർട്സിന്റെ അധ്യാപകനായിട്ടാണ്. തിയേറ്റർ ആണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. MA തിയേറ്റർ ചെയ്തിരിക്കുന്നത്. സോളമനച്ചൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ കരോളി സിസ്റ്ററുടെ പ്രിൻസിപ്പാളുടെ റൂമിൽ വെച്ചിട്ട് നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ്. അച്ഛൻ ഓർക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. ഓർക്കുന്നു. യെസ്. അപ്പോ ഈ ഒരു കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കാര്യമായിട്ട് ഒരു ചർച്ച, ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. എങ്ങനെയാണ് ഈ ഭിന്നശേഷിയുള്ളവരെ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ പറ്റുക, സാധാരണ കുട്ടികളെ പോലെ തന്നെ എങ്ങനെ ആ കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കുറെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതൊരു കാരണം. പിന്നെ ഞാനൊരു നാടകം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 40 മിനിറ്റിന്റെ ഒരു നാടകം എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷയം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം. അത് ഓഗസ്റ്റ് 10 നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർച്ച് ഫോർ ലൈഫ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിനകത്ത് ഈ അന്തോണിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവന്റെ ഒരു ദിവസത്തെ കഥയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് ഒരു ഈ അടുത്ത് തന്നെ ഇങ്ങനെ നടന്നിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ റിഹേഴ്സലുകളൊക്കെ നടക്കുന്നു. പിന്നെ ഞാൻ മറ്റൊരു നാടകം സെന്റ് തോമസിൽ തന്നെ കണ്ടൊരു നാടകത്തില് വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലേഡി, തിയേറ്റർ പഠിച്ചിട്ടുള്ള ഒരു ലേഡി, കൂടിയാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. അവര് ചെയ്തൊരു നാടകം കാണാനുണ്ട്. അപ്പൊ ഈ എന്താ പറയാ ഭിന്നശേഷി കണക്ട് ചെയ്തിരിക്കുന്ന കുറെ ഇൻസിഡന്റുകൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടായപ്പോ ഇന്നലെ ആ ഒരു കോളും കൂടി വന്നപ്പോ എനിക്ക് തോന്നി, ഞാൻ രണ്ടാമതൊന്നും റീതിങ്ക് ചെയ്തതാണ്, എനിക്ക് തോന്നി നിങ്ങളായിട്ടൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നി. ഞാൻ വലിയ സന്ദേശം ഒന്നും പറയാൻ ആഗ്രഹിക്കുകയല്ല, മറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കൊച്ചു കാര്യം, ഓരോരുത്തർക്കും ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായ കഴിവ് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കും. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പൊ അത് വ്യത്യസ്ത കഴിവുണ്ട് നമുക്കൊക്കെ.
എല്ലാവരും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഞാൻ ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരാണെങ്കിലും പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാനതിന് കുറവുകൾ എന്ന് പറയുന്നതിനേക്കാൾ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തത എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അതിലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അതിനകത്ത് കുറച്ചും കൂടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോഴാണെങ്കിലും പട്ടം കിട്ടിയിട്ടാണെങ്കിലും ഒന്നും ഈ ഒരു മീഡിയ മേഖലയിലേക്കോ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ നാടകം അങ്ങനെ ഒരു മേഖലയിലേക്ക് പൂർണ്ണമായും തിരിയേണ്ടി വരും എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ സമൂഹവും ഞാൻ അങ്ങനെ നാടകങ്ങൾ ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ ഒരു മീഡിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോ അത് തമ്പുരാകർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നന്മയുള്ള കുറെ കാര്യങ്ങൾ ഈ മീഡിയയിലൂടെ കൊടുക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന കലയിലൂടെ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ ഇപ്പൊ കൂടുതലായിട്ട് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അത് ഞാൻ കണ്ടെത്തിയ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ തമ്പുരാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇതുപോലെ നമുക്കൊക്കെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഞാൻ വീണ്ടും പറയുന്നു, കുറവുകൾ എന്ന് പറയുന്ന ഒരു സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ഒരുപാടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പൊ ഈ കഴിവുകൾ ഏതാണെന്ന് ഒന്ന് തിരിച്ചറിയാനും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സന്ദേശം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കൊച്ചു കാര്യം ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് ഞാൻ എടുക്കുമെന്ന് ഞാൻ കരുതാണ്. നമ്മുടെ വ്യത്യസ്തമായ കഴിവുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വളരാനായിട്ടുള്ള ഒരു ശ്രമം, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അച്ഛന്റെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൊക്കെ ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തോമസിലായിക്കൊള്ളട്ടെ, മറ്റ് BEd കോളേജുകളിലായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അച്ഛൻ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജോസേട്ടൻ്റെ ഒരു വലിയ ചാക്രിക ലേഖനം പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഈ വർഷം നിങ്ങളുടെ കോളേജുകളിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അത് കണക്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ അധികാരികളുടെ അടുത്ത് കൂടി ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ ഓക്കെ. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഫാദർ പിറ്റോർ ജോസഫ് അച്ഛനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അതെ, ജിഫിനെ ഒരു കാര്യം അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുണ്ട്. അച്ഛൻ ഞാനാണ് അച്ഛനെ വിളിച്ചത് പിയൂസ് പറയുന്ന എന്റെ പേര്. ഓക്കെ, നമ്മുടെ ദർശന ക്ലബിന്റെ കമ്മിറ്റി നടത്തിയ കവിതാ മത്സരത്തിന്റെ വിജയികളെ ഒന്ന് അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും നേടിയ വ്യക്തികളാണ് 3 പേര്. അത് ഞാൻ അച്ഛന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അച്ഛൻ അനൗൺസ് ചെയ്ത് തന്നെന്ന് ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോ ദർശന ക്ലബിന്റെ സ്നേഹ സംഗമം കമ്മിറ്റി നടത്തിയ കവിതാ പാരായണ മത്സരത്തില് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വ്യൂസ് നേടിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആനി കൊച്ചുവർക്കി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. 1126 വ്യൂസ് ആണ് ഉള്ളത്. ആനി ചേച്ചിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ജ്വലന TS എന്ന് പറയുന്ന വ്യക്തിക്കാണ്. 1297 വ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ജ്വലന TSന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അജിത CE. 2528 വ്യൂസ് ആണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അജിത ചേച്ചിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഞങ്ങളോടൊപ്പം അടുത്ത സമയം എത്തിച്ചേർന്ന അച്ഛന് ഒരിക്കൽ കൂടി ദർശന ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെയും കൂടി ഓർക്കണം കേട്ടോ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി
നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ ഫാദർ സോളമൻ കടമ്പാട്ടിൽ പറഞ്ഞതിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന അച്ഛ, അതുപോലെ തന്നെ മുഖ്യാതിഥി ആശംസ അർപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നവര്, ഒത്തിരി സന്തോഷമുണ്ട്. ഈ സ്നേഹസംഗമത്തിലായിരിക്കുമ്പോൾ തുടക്കം തന്നെ ഉദ്ഘാടനത്തിലൂടെ അച്ഛൻ ഒത്തിരിയേറെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ അത് തന്നെ നമുക്കൊരു ആവേശമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ കൂട്ട് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ഒത്തിരി ശക്തിപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു, സന്ദർഭങ്ങൾ കിട്ടുന്നു, നമുക്ക് പലപ്പോഴും ഉണ്ടാകാതിരുന്നത് എന്നുള്ളത് ഇതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ നമ്മൾ പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോയവരാണ്. അതായത് ഒരു താഴ്ന്ന ഒരു അവസ്ഥയിലാണ്, നമുക്ക് ആരുമില്ല, ഒന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മുടെ കൂട്ടത്തില് ഉദ്ഘാടകനായിട്ടും മുഖ്യാതിഥിയായിട്ട് ആശംസകരായിട്ടൊക്കെ എത്തിച്ചേരുന്നവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മൾ ആരും അല്ല എന്നുള്ളതും ആരും ആണെന്നുള്ളതും അതുപോലെ ഞങ്ങൾക്ക് കൂട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഒരു വലിയൊരു സന്ദേശമാണ് ഇവർ തരുന്നത്. ആ ഒരു വാക്ക് നമ്മൾ പ്രവൃത്തി പലപ്പോഴും ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു വാക്ക് നമുക്ക് തരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്നും ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഞാനൊരു പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതായത് നമുക്ക് ആരുമില്ലാത്തത് ഒരു മരണത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ടു ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്, വേദനയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആ നഷ്ടപ്പെട്ട വ്യക്തിക്ക് ചിലപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പരലോകത്ത് സ്ഥാനം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു നഷ്ടബോധം ഉണ്ടാവും. എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ ആരൊന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ആ സമയത്താണ് നമുക്ക് പലപ്പോഴും ഒരു കൂട്ടായ്മ വേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടാകേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടലാണ്. ഇതിൽ പലരും കുമാരിമാരാണ്, കുമാരന്മാരാണ്. അവർ ഒറ്റപ്പെടലിന്റെ ജീവിതം നയിക്കുന്നവരാണ്. ആരും ചിലരൊക്കെ ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടാവുമായിരിക്കാം, വീട്ടുകാരും ഉണ്ടാവുമായിരിക്കാം. എങ്കിലും അവർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതിന് നമുക്കൊരു കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. ഞങ്ങൾക്ക് എന്നും കൂട്ടായി വരാനായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഇപ്പൊ അച്ഛൻ സെന്റ് തോമസില് അവിടെ പ്രവൃത്തികൾ ചെയ്ത്, അതുപോലെ BEd കോളേജിലൊക്കെ പ്രവൃത്തികളോടൊപ്പം നമ്മളെ കൂട്ടിച്ചേർക്കാമെന്ന് പറഞ്ഞത് തന്നെ നമുക്കൊരു വലിയൊരു സന്ദേശമാണ്. ഇതിനെ തുടർന്ന് മുഖ്യാതിഥിയായാലും അതുപോലെ ആശംസ അർപ്പിക്കുന്നവരായാലും നമുക്ക് ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ വാഗ്ദാനങ്ങൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര എൻകറേജ് ആണ്. അത് അവരായിരിക്കുന്ന സ്ഥലത്ത് വ്യക്തികൾ ഒരു 2-3 വ്യക്തികൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കെങ്കിലും അത് ഉപകാരപ്രദമാക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയുടെ വളർച്ചയെ നമുക്ക് സന്തോഷിക്കാം. അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് കിട്ടുന്ന ഒരു എൻകറേജ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ഇനിയും അതുപോലെ തുടർന്നു പോകാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വയനാട്ടില് നമുക്കറിയാം, നമ്മുടെ സഹോദരന്മാരാണ്. മലയാളി ഒറ്റക്കെട്ടാണെന്ന് പറയാം. പുറത്തൊക്കെ ജീവിച്ചവർക്ക് അതറിയാം. മലയാളിയുടെ ആ ഒരു കൂട്ടായ്മ എന്താണെന്ന് അറിയുന്ന വ്യക്തി ഞാനും കൂടിയിട്ടാണ്. അപ്പൊ മധ്യപ്രദേശിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു 2-3 മലയാളി സപ്പർട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കൂട്ടി ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവും, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ള മനോഭാവത്തോടെ നമ്മുടെ സഹോദരന്മാരാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാം. അതല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന നന്മകൾ ചെയ്യാനായിട്ട്, ഒരു വ്യക്തിനെങ്കിലും ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നമുക്ക് ഒത്തൊരുമിച്ച് ഭിന്നശേഷിയാണെന്ന് കരുതിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മനോഭാവം നമുക്ക് വേണ്ട. മറിച്ച് ഞങ്ങൾക്കും സാധിക്കും. ഒരു വ്യക്തിയെങ്കിലും വിളിച്ചുകൊണ്ട് ഒരു ഫോണിൽ കൂടെ വിളിച്ചെങ്കിലും അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനോ ഒരു സപ്പോർട്ട് കൊടുക്കാനോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മൾ എല്ലാവരും മനസ്സ് കാണിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിൽ മനസ്സ് കാണിക്കുക. പിന്നെ ബാക്കിയെല്ലാം തുടർന്ന് ഇതിലൂടെ വരും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞ അച്ഛന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ഡെയ്സി ജേക്കബ് മാഡമാണ്. 20 വർഷമായി ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയ്ഡ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റും കുട്ടികളുടെ രക്ഷിതാക്കളുടെ
സംഘടനയായ പരിവാറിന്റെ സജീവ പ്രവർത്തകമായ മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ മാഡം. വെൽക്കം. ഭിന്നശേഷിക്കാരുടെ ഇടയിലുള്ള ഒരു ക്ലബാണെന്നും ഒരു നല്ല കുറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താനും ശ്രീ റഹ്മാൻ മുണ്ടാടൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടിരുന്നു. പലതവണ കണ്ടു. ഞങ്ങൾ എല്ലാവരും ഇല്ലാക്കെന്ന് പറഞ്ഞൊരു ഭിന്നശേഷി സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാണാനിടയായത്. പക്ഷേ ഇത് സൂം മീറ്റിംഗാണെന്നത് അവിടെ ട്രിവാൻഡ്രത്തല്ലാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞത്. ഞാൻ ഇച്ചിരി തിരക്കുണ്ടായിരുന്നുകൊണ്ടാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ വൈകിയത്. എന്നാലും റഹ്മാന്റെ കുറെ കാര്യങ്ങളെല്ലാം അറിയാം. സത്യത്തിൽ ഈ ഭിന്നശേഷി സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ കാണുന്നത്. കാരണം ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് ആദ്യമേ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ വന്ന് താമസിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ കോട്ടയത്താണ് എൻ്റെ വീട്. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയിട്ട് 30 വർഷമാവും. ഈ മാസം ഒരു ആക്സിഡന്റിൽ മരിച്ച. ഈ സാഹചര്യത്തിനെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ഒരു കുഞ്ഞ് അനുജത്തിയുണ്ട്. അവർക്കിപ്പോൾ 49 വയസ്സുണ്ട്. അവള് മെന്റലി റിട്ടാർഡേഷനുള്ള ഒരു കുട്ടിയാണ്. അവളുടെ 1.5 വയസ്സിൽ അമ്മ മരിച്ചുപോയതാണ്. അപ്പൊ ഞങ്ങൾ സഹോദരങ്ങള് പല സ്കൂളുകളിലും കുഞ്ഞിലെയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ വൈകി 5 വയസ്സിന് ശേഷമാണ് അറിഞ്ഞത് ഇങ്ങനെ ഈ കുട്ടിക്ക് ബുദ്ധിക്ക് സ്വല്പം തകരാറുണ്ടെന്നുള്ളത്. സ്വല്പമല്ല, 70% ഉണ്ട്. ഒരു 10 വയസ്സിന്റെ ആളേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു വിട്ടിട്ടുണ്ട്. 10 വർഷത്തോളം സ്കൂളിലൊക്കെ വിട്ടു, സ്കൂളിലൊക്കെ വിട്ടു. പക്ഷെ വൈകിയാണ് സ്കൂളിൽ വിട്ടത്. എങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പക്ഷെ 49 വയസ്സിന്റെ ഒരു കാര്യവും അവർക്കില്ല. അറിയാമല്ലോ മെന്റലി റിട്ടാർഡേഷനുള്ള എങ്ങനെയായിരിക്കും. അത് അസുഖമൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ഒരു ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറഞ്ഞ് സൊസൈറ്റി 2003 രജിസ്റ്റർ ചെയ്തു. അന്നത്തെ മന്ത്രി PM ജേക്കബാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ അത് റൺ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഭിന്നശേഷിക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ കയ്യോ കാലോ വയ്യാത്ത ആളുകൾക്കൊക്കെ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മടിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തില് ഈ ജോലി അവർക്ക് കൊടുക്കുക. ചിലപ്പോൾ സ്വീപ്പറായിട്ടായിരിക്കും, ചിലപ്പോൾ ടൈപ്പിസ്റ്റ് ആയിട്ടായിരിക്കും. വാട്ടർ അതോറിറ്റിയിലുണ്ട് ജോലിയുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ ഇപ്പൊ മീറ്റർ റീഡറായിട്ടൊക്കെയാണ് 10-15 പേരെ ഞാൻ വിട്ടിരിക്കുന്നത്. ഡെയിലി വേജസ് ആണ് ശമ്പളം. അവരെ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല, സ്ഥിരപ്പെടുത്താൻ നിർവാഹവുമില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ പ്രത്യേകമായിട്ട് തന്നെ ഒരു സൊസൈറ്റി തുടങ്ങിയത്. പക്ഷെ ആ സൊസൈറ്റി പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ തൊഴിൽ കൊടുക്കാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 6 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലും 2-3 മണിക്കൂർ ജോലി വരുമ്പോൾ രക്ഷിതാക്കൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ആ കുട്ടികളെ ഇട്ടിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഭിന്നശേഷിയുടെ വേറൊരു വിഭാഗമാണ് മെന്റലി റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം ഒക്കെ. അവർക്ക് ബുദ്ധിമാന്യം സംഭവിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തം പറയാനോ മറ്റൊരാൾ വേണം അവർക്ക് വേണ്ടി എല്ലാം പറയാനും ചെയ്യാനും, അങ്ങനെ ഒരു വിഭാഗമാണ്. അപ്പൊ അവരെ നമ്മൾ നല്ലപോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് രക്ഷകർത്താക്കളാണ് അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അവസരത്തിൽ അമ്മമാരാണ് കൂടുതൽ വിഷമിക്കുന്നത്. അപ്പൊ കൂടുതൽ അച്ഛന്മാരൊക്കെ ആണെങ്കിലും അച്ഛന്മാരും വിഷമിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പല അമ്മമാരെയും ഇട്ടിട്ട് പോവുക ചെയ്യുന്ന അച്ഛന്മാർ ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായതിന്റെ പേരില്. വളരെ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അച്ഛന്മാർക്കൊക്കെ അറിയാമായിരിക്കും. പ്രിയപ്പെട്ട അച്ഛന്മാരിവിടെ സംസാരിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആശ്രയിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടൊക്കെ അവർ പറയും
നമുക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ഒരു സ്ഥാപനം പ്രത്യേകമായിട്ട് തുടങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഉള്ള സ്ഥാപനങ്ങൾ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരുപാട് ഒരു ബെഡ്രിഡൻ ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവരുടെ അമ്മമാര് ലോകം അറിയുന്നില്ല, അവരൊരു ആഘോഷങ്ങളും അറിയുന്നില്ല, ഒരു കാര്യങ്ങൾക്ക് അവരെ ആരും വിളിക്കാറില്ല. അയൽവാസികളോ വേണ്ടപ്പെട്ടവരോ അടുത്ത ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും അവർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും സഹായം ചെയ്യുന്നത്. സഹായം മാത്രമല്ല, അവരുടെ മനസ്സൊന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം. അതിനൊക്കെ ഞങ്ങൾ ഒരുപാട് അവരുടെ വീടുകളിൽ ചെല്ലുകയും അവർക്ക് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുകയും ചെറിയ സഹായങ്ങളൊക്കെ ആരും എങ്കിലും ഒക്കെ എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഈ ദർശന ക്ലബ്ബ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും അതുപോലെ ഒരു കുറെ നല്ല ആൾക്കാരെ പരിചയപ്പെടാനും ആശയങ്ങൾ കൈമാറാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാം ഇപ്പം സംസാരിച്ച പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞത് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അതുപോലെ ഓരോരുത്തരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലബുകളിലൂടെ ഒരുപാട് പേരെ അറിയാൻ പറ്റും, അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും, അവരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ക്ലബിൽ എന്നെ ക്ഷണിച്ചതിനും അതുപോലെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്ത് തന്നതിനും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് റഹ്മാൻ മുണ്ടാണ്. അദ്ദേഹത്തിന്റെ കാല് വയ്യായെങ്കിലും ഒരു 4 കാലിൽ ശേഷിയുള്ള ആളുകളെ പോലെയാണ് പുള്ളി എല്ലാ കാര്യം ചെയ്യുന്നത്. അത് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. പുള്ളിയെ എല്ലാ കാര്യങ്ങളിലും സർവ പിന്തുണയും നൽകുന്ന ഒരു വ്യക്തിയാണ് റഹ്മാൻ മുണ്ടാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ കാര്യമെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരികയും കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. അതൊക്കെ വലിയ കാര്യമാണ്, മറ്റുള്ളവർക്ക് മാതൃകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും അതുപോലെ ഇതിനെ സംഘടിപ്പിച്ച അദ്ദേഹം വിളിച്ചിട്ടാണല്ലോ ഞാൻ ഈ സംഭവം അറിയുന്നത് തന്നെ. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, എങ്ങനെയായിരിക്കും സൂമിലൊക്കെ ഇങ്ങനെ ഈ മീറ്റിംഗ് ഒക്കെ കൂടുക. ഞങ്ങളിപ്പോൾ 10 മിനിറ്റായാലും 20 മിനിറ്റായാലും സൂമിൽ കൂടാനായിട്ട് ഉള്ള അത്രയും അറിവുള്ള ആളുകളുടെ ഇടയിലല്ല നമ്മൾ. ഒരു ഫോൺ പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ മാസവും ഞായറാഴ്ച വിളിക്കും. കുറെ പേര് വരും, കുറെ പേര് വരികയില്ല. ആ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ എന്നെ കുറിച്ച് എന്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞു. അതിൽ നിങ്ങൾ എങ്ങനെയാ വിലയിരുത്തുന്നത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ എന്റെ കുട്ടികളോടൊപ്പം തന്നെ എന്റെ മക്കളോടൊപ്പം തന്നെയാണ് ഞാൻ ഇവരെയും കാണുന്നത്. എനിക്ക് വീട്ടിൽ വലിയ പൈസയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പം ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. എന്റെ 3 മക്കളും ജോലിയുണ്ട്. അവരെ കല്യാണം കഴിച്ചു വിട്ടു. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. പക്ഷെ അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ആരോഗ്യമുള്ള കാലത്തോളം ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഭിന്നശേഷിക്കാരെയും കണ്ടുമുട്ടുമ്പോഴും എനിക്ക് പ്രതീക്ഷയാണ് ഇനി ഏതെങ്കിലും ഭിന്നശേഷിക്കാരെ അവിടെ ആരെങ്കിലും ഭിന്നശേഷിയിൽ ഈ ദുഃഖം അനുഭവിക്കുന്നു, അതായത് മെന്റലി റിട്ടാർഡേഷനും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരിക. അവിടെ നമുക്ക് ആൾക്കാരുണ്ട്, തൃശ്ശൂർ, എറണാകുളത്ത്, മലപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പം എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് സഹായം ചെയ്യാനോ അല്ലെ അവർ നമുക്ക് സഹായം ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പൊ ദർശന ക്ലബിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ലൊരു 4 വർഷമായിട്ട് ഇത് തുടരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മെമ്പേഴ്സ് വളരെയധികം പ്രയത്നിക്കുകയും അതുപോലെ കരുതുകയും ചെയ്യുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും എന്റെ നന്ദി. എന്നെ വിളിച്ച് ഇത്രയും സംസാരിക്കാനായിട്ടൊരു സമയം തന്ന ആ പ്രിയപ്പെട്ടവർക്കെല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാഡം. ഭിന്നശേഷിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ സംബന്ധങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരുടെ മാതാപിതാക്കൾക്ക് ജോലി നൽകിയ മാഡത്തിനും ഇനിയും ഒരുപാട് ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി അടുത്തതായി വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രപതിയിൽ നിന്നും മികച്ച യുവ സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ
രാജു പള്ളിപ്പറമ്പിൽ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാവോ? നമസ്കാരം. കേൾക്കാം സാർ, കേൾക്കാം. വളരെ സന്തോഷമുണ്ട്. 164ാമത് ദർശന ക്ലബിന്റെ 164ാമത് സ്നേഹ സംഗമമാണ് നടക്കുക. ഈ സംഗമം ഇതിന്റെ പിന്നില് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ദർശനയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം നടന്നു വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സെന്റ് തോമസ് കോളേജിലെ മീഡിയ വിഭാഗം ഡയറക്ടർ റവറൻഡ് ഫാദർ ടിജോ ജോസ് ആലപ്പാട്, അതുപോലെ തന്നെ കവിയും എഴുത്തുകാരിയും വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റും പരിവാറിന്റെ പ്രവർത്തകയും ആശ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീനിയർ സൂപ്രണ്ടും ഒക്കെ ആയിരുന്ന ശ്രീമതി ഡെയ്സി ജേക്കബ്, പ്രിയപ്പെട്ട ശ്രീ ജിഫിൻ KJ, എന്റെ പ്രിയ സഹോദര സുഹൃത്ത് ശ്രീ ദിലീപ് ആലപ്പുഴ, ശ്രീ ജോസ് കൊരട്ടി, ശ്രീ സുബൈ, ശ്രീ പിയൂസ് KP, ശ്രീ ഷിബിൻ ഹാരി, ഇപ്പോൾ ഡെയ്സി മാഡം പറഞ്ഞ ശ്രീ റഹ്മാൻ ഉണ്ടക്കാട്, പ്രിയമുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് എല്ലാമായ സഹപ്രവർത്തകർ, പ്രിയമുള്ള സഹോദരങ്ങൾ, ഇവിടെ ദർശന ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ട, പ്രവർത്തന മേഖലകളെ കുറിച്ച് സൂചിപ്പിക്കേണ്ട ഡയറക്ടർ, വളരെ സന്തോഷം തോന്നുന്നു. സാധാരണ നമ്മൾ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ മേഖലയെ മാത്രം, തൃശ്ശൂർ മേഖലയിൽ മാത്രമായിരിക്കും ആസ്ഥാനം. അച്ഛന്റെ തുടങ്ങുന്ന ആളുടെ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ആരാണോ മുന്നോട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുക. മറ്റു സ്ഥലങ്ങളിൽ പലരും ഒന്ന് സഹകരിച്ചു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഇത് അച്ഛൻ മുന്നോട്ട് വെച്ചിട്ട് 60ഓളം സബ് കമ്മിറ്റികൾ, 60ഓളം പോഷക സംഘടനകൾ, ഓരോത്തിന്റെ പ്രത്യേകം പേരുകൾ ആണ് വ്യത്യസ്ത മേഖലകളിലുള്ളവരെ കൂട്ടിച്ചേർന്നത്. അങ്ങനെയാണ് ആ പ്രസ്ഥാനം പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ, 60ഓളം ഗ്രൂപ്പുകളായിട്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതെന്ന് അറിയുമ്പോൾ അതിന്റെ പിന്നിൽ ഈ 3-4 വർഷക്കാലം കൊണ്ട് എടുത്തിട്ടുള്ള ആത്മാർത്ഥതയും ത്യാഗവും എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഇവിടെ ഓർക്കുകയാണ്. ഞാനൊരു ചാരിറ്റി പ്രവർത്തകൻ. ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ, ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഞാനുണ്ട്. ചാരിറ്റി മേഖലയുണ്ട്, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ മരിക്കാത്ത ഓർമ്മകൾ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ആ കേരളത്തിലെ പലയിടത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മരിക്കാത്ത ഓർമ്മകൾ, അത് ഈ ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടന, അതിന്റെ രക്ഷാധികാരിയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും കൂടാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതിനൊക്കെ ഒരു പരിമിതിയാണ്. ദർശനയുടെ പ്രവർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ഒരു 4-1 പോലും വരില്ല. മരിക്കാത്ത ഓർമ്മകളുടെ പ്രവർത്തനങ്ങൾ. ഈ 10-ാം തീയതി ഞങ്ങൾ ആലപ്പുഴയിൽ കൂടുന്നുണ്ട്. 10-ാം തീയതി ആലപ്പുഴ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന ദിവസം അന്ന് കുറച്ച് സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് ചിലർ മുന്നോട്ട് വന്നു. ആ സമയത്ത് ഞങ്ങൾ ആലപ്പുഴയിൽ ഒരുമിച്ച് കൂടാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. ഈ സമസ്ത മേഖലകളിലും ദർശനയുടെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ടാണ് ഡയറക്ടർ അച്ഛൻ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് പേർക്ക് അതിന്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ചുമതലകൾ കൃത്യമായിട്ട് ഓരോരുത്തർ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ 164ാമത്തെ മീറ്റിംഗ് നടക്കാനായിട്ട് ഇടയായിട്ട് കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളതാണ്.
ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഭിന്നശേഷിക്കാര് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നേക്കാൾ കാര്യപ്രാപ്തി ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ഈ ലോകം മലത്തിക്കെട്ടാനായിട്ട് കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ അഹങ്കരിക്കാന്ന് വെച്ചാൽ സ്വയം ഇങ്ങനെ പല മേഖലകളിലും നമ്മളിങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ ഞാനില്ലെങ്കിൽ ഇതൊന്നുമില്ല, അത് നടക്കില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാം. ഞാനല്ല, പലപ്പോഴും പലരും ചിന്തിക്കാം. പക്ഷെ എന്നേക്കാൾ കാര്യപ്രാപ്തിയോട് കൂടി കഴിവോട് കൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും പുതിയ പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കുവാനും ഒക്കെയായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനും കഴിവുള്ള ആൾക്കാരാണ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അത്തരം കഴിവുകൾ അവർക്കുണ്ട്, പക്ഷെ എല്ലാം തികഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരോടൊപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് ശ്രീ ദിലീപ് നീന്തലില് അദ്ദേഹം വളരെ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കും. സ്റ്റേറ്റിലെ ഫസ്റ്റ് ദേശീയ തലത്തിലോട്ടൊക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്ലറ്റിക്സിലും ക്രിക്കറ്റിലും എല്ലാ സ്പോർട്സ് മേഖലയിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ പോലും നൂറുകണക്കിന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മിക്കവാറും മാർഷൽ ആർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ പറഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒരു ചെറിയ വെള്ളി മെഡൽ പോലും മേടിക്കാനായിട്ട് കാര്യം അതിനുള്ള കഴിവില്ല. അത്ര തന്നെ അവിടെ എൻ്റെ സുഹൃത്ത് ദിലീപിനെ ഞാൻ കാണും. അപ്പൊ ദിലീപ് മാത്രമല്ല, ഈ കൂട്ടത്തില് നിങ്ങളുടെ ദർശനയുടെ കൂട്ടത്തില് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോളവനച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഫോണില് കുറച്ച് സമയം. അച്ഛൻ അപ്പൊ ആലപ്പുഴയിൽ വരികയാണെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അച്ഛന് ഇവിടെ കായിക മേഖലയില് ആലപ്പുഴയിൽ എന്തൊക്കെയോ ചെയ്യാനുള്ളതാണ്. കായിക മേഖലയിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, അതിന് അച്ഛനോടൊപ്പം ഉണ്ടാവണമെന്ന് എന്നോട് പറയും. തീർച്ചയായും ആ കാര്യം ഞാൻ ശരിക്കും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ കാര്യം പ്രാവർത്തികമാക്കുമെന്ന് അച്ഛനോട് ഈ അവസരത്തിൽ അച്ഛനുണ്ടല്ലോ, ഒരു മീറ്റിങ്ങിലുണ്ടല്ലോ അല്ലെ, അധ്യക്ഷ പ്രസംഗം കേട്ടിരുന്നു. അപ്പോൾ അച്ഛനോട് പ്രത്യേകം പറയുകയാണ്. ഒരു വ്യക്തി അയാളുടെ ഒരു വ്യക്തിക്ക് അയാളിൽ തന്നെയുള്ള വിശ്വാസം, ഒരു പോസിറ്റീവായ ഒരു വിശ്വാസം അയാളിൽ ഉണ്ടാകുക. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ജനിപ്പിക്കുന്ന വിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടാക്കി. നമ്മളൊരിക്കലും വീണു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, അപ്പോ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ജനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാര്യം നമുക്ക് നമ്മളുടെ സഹപ്രവർത്തകര് നമ്മളുമായിട്ട് കൂടുന്ന ആൾക്കാർ കൂട്ടുകാരൊക്കെ തന്നെ നമുക്ക് ഉണ്ട്. നിരന്തരമായി നമ്മളെ നെഗറ്റീവിലേക്ക്, നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, നിരന്തരമായി കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന ആൾക്കാർ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും അവരിൽ നിന്ന് പതിയെ അകന്നു മാറണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ. നമ്മളെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ, നമ്മുടെ പ്രവർത്തനങ്ങളിലെ തെറ്റുകുറ്റങ്ങളെ അത് ആരോഗ്യകരമായ വിമർശനത്തിലൂടെ ചേർത്ത് നമ്മൾ പിടിക്കും. ഒരിക്കലും നമ്മൾ നിരന്തരമായി കുറ്റപ്പെടുത്തലുകൾ നടത്തി നമ്മളെ നെഗറ്റീവ് എനർജി മാത്രം നമുക്ക് തന്നിരിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും വായന, പുസ്തക വായനയാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പ്രഭാഷണങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലെ വിഷയം വന്നു. ആ വയനാട്ടിലെ വിഷയം വന്ന് ഇത്രയും നമ്മുടെ സഹോദരങ്ങളെ വെച്ച് വീണപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ, നമ്മളത് ഞാൻ ഇത്തരം ഒരു മീറ്റിംഗിൽ അത് പറഞ്ഞില്ലെങ്കിൽ
നമ്മളൊക്കെ അറിയാതെ പ്രവർത്തിച്ചു പോകുന്ന, സംസാരിച്ചു പോകുന്ന, സോഷ്യൽ മീഡിയയിൽ എന്ത് എഴുതി പിടിപ്പിക്കാം എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എന്ത് വന്നാലും അതിന്റെ കമന്റ് എഴുതുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ ഇലകൂടി മാറാത്ത കുഞ്ഞുങ്ങൾ കുറെ പേര് രക്ഷപ്പെട്ടു. പക്ഷെ അവരൊക്കെ ആശുപത്രിയിലാണ്. അവരെയൊക്കെ ഒന്ന് ഏത് രീതിയിൽ നമുക്ക് അവരെയൊക്കെ സഹായിക്കാൻ പറ്റും, ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും കൂടി ആലോചിക്കും, ഒരു പൊടിക്കുഞ്ഞിന് വേണ്ടത് മുലപ്പാൽ, അമ്മയുടെ മുലപ്പാലം. അപ്പോൾ അത് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഒരു തയ്യാറായി ആ പെൺകുട്ടി, അയാളുടെ ഭാര്യ മുന്നോട്ട് വന്നു, ഭർത്താവും ഭാര്യയും കൂടി മുന്നോട്ട് വന്നപ്പോൾ അത് ഫേസ്ബുക്കിൽ അത്തരം ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതിനെ മോശമായി കണ്ടുകൊണ്ട് ഒരാൾ എന്താ സംഭവിച്ചു? പിന്നെ അയാൾക്ക് ഇപ്പോൾ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും കൂടി അയാൾ ശരിക്കും അദ്ദേഹത്തിനെതിരായ അതെ. അപ്പൊ ആ തലത്തിലേക്ക് ചിലപ്പോൾ അയാൾ നല്ല വ്യക്തിയായിരിക്കും. അപ്പൊ അയാളുടെ വായിൽ നിന്ന് പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കുറിപ്പ് അങ്ങനെ ഒന്ന് കുറിച്ചിട്ടതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കുറിപ്പ് പോലും അയാളെ ഇനി സമൂഹത്തിന് വേണ്ടാത്ത തരത്തിലൊരു മനുഷ്യനാക്കി മാറ്റി. അയാൾക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കുടുംബത്തിന് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ടാത്ത രീതിയിൽ എല്ലാവരും അകറ്റി നിർത്തുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെയാണ് നമ്മൾ കൂട്ടുകൂടുമ്പോഴും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ ആരെങ്കിലും വിമർശിക്കാം. തീർച്ചയായും നമ്മുടെ കൂട്ടത്തിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഏത് തരത്തിൽ വേണമെങ്കിലും വിമർശിക്കാം. ആ വിമർശനം പക്ഷെ ആരോഗ്യകരമായിരിക്കും. ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളെ നമ്മൾ ചെയ്യാവുള്ളൂ. തിരിച്ചും അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കൂ. ഞാൻ ഒന്നിട്ട് ചെറിയ സമയമുണ്ടോ? ഒന്ന് രണ്ട് ചെറിയ കഥ പറയാനായിട്ട് സമയമുണ്ടോ? ഓക്കെ. ഒരു തീർത്ഥാടകൻ നടന്നു പോവുകയാണ്. ഒരു തീർത്ഥാടകൻ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരുപാട് പേര് ശില്പങ്ങൾ കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. അയാൾ ഒരു ശില്പിയുടെ അടുത്തേക്ക് ചെന്നു. അയാൾ ഒരു മനോഹരമായ ഒരു ശില്പം കണ്ടുകൊണ്ടിരിക്കുന്നു. സുഹൃത്തെ, താങ്കൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ശില്പി ഒന്നും മിണ്ടില്ല. ഇയാളെ നോക്കുന്ന പോലും ഇല്ല. വീണ്ടും ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ശില്പം പണിതുകൊണ്ടിരിക്കുന്ന ശില്പി ഇയാളുടെ മുഖത്ത് പോലും നോക്കാതെ, തനിക്ക് കണ്ണ് കണ്ടുകൂടെ, ഇവിടുന്ന് കടന്നു പോകുന്നുണ്ടോ നീ? വളരെ രൂക്ഷമായിട്ട് പറഞ്ഞു, എനിക്ക് കണ്ണ് കണ്ടുകൂടെ, ഞാൻ ഇവിടുന്ന് കടന്നു പൊക്കോ, ഇവിടെ നിൽക്കേണ്ടെന്ന് അയാളെ ഓടിച്ചു. ആ തീർത്ഥാടകൻ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഭാഗത്ത് തൊട്ടപ്പുറത്ത് വേറൊരു ശില്പി ഇരുന്നിട്ട് ശില്പം പണിതുകൊണ്ടിരിക്കുകയാണ്. അയാളോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആ ശില്പി പെട്ടെന്ന് ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടിയിട്ടാണ്. സന്തോഷം തോന്നി. ഇയാൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു ശില്പി ഇരിക്കുന്നു. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇയാളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നല്ല പാട്ട് പാടി. അയാൾ ആ പാട്ട് പാടിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇയാളെ നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴും പാട്ട് പാടിക്കൊണ്ട് മനോഹരമായ ആ ശില്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സുഹൃത്ത് മറുപടി ഇതാണ്, പാട്ടാണ്, ചിരിച്ചുകൊണ്ട് നല്ലൊരു പാട്ട് മാത്രമാണ്. ഈ 3 പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒന്ന് തന്നെ. 3 പേരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന? ശില്പം പണിതുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഒരാളോട് ചോദിച്ച ചോദ്യം തന്നെയാണ് അവസാനത്തെ ആളോട് ചോദിച്ചത്. മൂന്നാമനോട് ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ആദ്യത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാളുടെ പ്രതികരണം, എനിക്ക് കണ്ണ് കണ്ടുകൂടെ, ഇവിടെ ഇറങ്ങിപ്പോ. വളരെ രൂക്ഷമായിട്ടുള്ള സംസാരമായി. അടുത്ത ആളിലേക്ക് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, പട്ടിണി മാറ്റാൻ, അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്, വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. മറ്റടുത്ത് ചെന്നപ്പോൾ ചോദ്യം ഒന്ന് തന്നെയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അയാൾ ആസ്വദിച്ചുകൊണ്ട് ആ ജോലി അയാൾ ചെയ്തു. തീർച്ചയായും നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും അത് പാളിപ്പോകുന്നതിന്റെ പിന്നിൽ നമ്മൾ
ഒന്നെങ്കിൽ ഈ പറയുന്ന ആദ്യം കാണിച്ച ആ ശില്പിയുടെ പ്രവൃത്തിയായിരിക്കാൻ ചിലപ്പോൾ നമുക്കുണ്ടാവും. എന്താണ്, ആരെന്ത് ചോദിച്ചാലും അവരോട് തട്ടിക്കയറിക്കൊണ്ട് എൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ആരും അത് ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും ചോദിക്കാനും വേണ്ട. മറ്റപ്പുറത്ത് ചെല്ലുമ്പോൾ അയാള് ജീവിത മാർഗത്തിൽ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടോ ആരോടെങ്കിലും രൂക്ഷമായി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് നന്നായി പാട്ടുപാടിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയുണ്ട്. അത് സംഘടനാ പ്രവർത്തനമാണെങ്കിലും അത് മറ്റെന്ത് തൊഴിലാണെങ്കിൽ പോലും ആ തലത്തിൽ നമ്മൾ ജോലി ചെയ്താൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അച്ഛനെ ഞാൻ കാണുന്നത് ആ തലത്തിലാണ്, നമ്മുടെ സോളമനത്തിനെ കാണുന്ന ആ തലത്തിൽ അദ്ദേഹത്തിന്റെ സംസാരവും പ്രവൃത്തിയും ഒക്കെ തന്നെ എനിക്ക് ഈ മൂന്നാമത് ചോദ്യം ചോദിച്ച ആ ഒരു ശില്പിയുടെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആസ്വദിക്കുക എന്താണ്, ആരോട് സഹതാവുന്നു, എമ്പതിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാം നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ജീവിതത്തിന്റെ മുന്നിലേക്ക്, സമൂഹത്തിന്റെ മുന്നിലേക്ക്, എല്ലാ മേഖലയിലും മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം അത് ആസ്വദിച്ചാണ് ആ വർക്കുകൾ. അതിന്റെ ഫലമാണ് 164ാമത്തെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് മീറ്റിംഗിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ശിഷ്യരോട് ചോദിച്ചു, ഇരുട്ട് മാറി വെളിച്ചം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, അടുത്ത് നിൽക്കുന്ന മരം കാണുമ്പോൾ അത് ഏത് മരമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, അവിടെ വെളിച്ചം വന്നു. മറ്റൊരാൾ പറഞ്ഞു, ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റ് ഓരോന്നും ഓരോരുത്തരും പറഞ്ഞു. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, അല്ല, ഇരുട്ട് മാറി വെളിച്ചം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇരുട്ട് മാറി വെളിച്ചം വന്നു എന്ന് നമുക്ക് വന്നുവെങ്കിൽ, അത് നമ്മൾ ആസ്വദിക്കുന്നുവെങ്കിൽ, ആ വെളിച്ചത്തെ നമുക്ക് കാണുന്നുവെങ്കിൽ, നമ്മുടെ അരികിൽ നിൽക്കുന്ന മനുഷ്യരെ അത് മനുഷ്യനാണെന്ന് കാണാൻ, അത് തിരിച്ചറിയാൻ, നമ്മുടെ സഹോദരനാണ് സഹോദരിയാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കാഴ്ച നിനക്ക് എപ്പോൾ കാണാൻ പറ്റുന്നുവോ അപ്പോഴാണ് ആ ഇരുട്ട് മാറുന്നത് വെളിച്ചം വരും എന്ന് ഗുരു പറയുക. അത് തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനായിട്ട്. നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഓരോ മേഖലകളിൽ നിൽക്കുമ്പോഴും തൊഴിൽ രംഗത്ത് നിൽക്കുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഇരുട്ടാണ് ഇവിടെ. ആ ഇരുട്ട് മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നടത്തേണ്ടത് എന്നത് ഇവിടെ സൂചിപ്പിക്കുക. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് ഓടി നടക്കുകയാണ്. മാനസിക പിരിമുറുക്കമാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും മാനസിക പിരിമുറുക്കം. ആ മാനസിക പിരിമുറുക്കത്തിൽ നമ്മൾ ഓടി നടക്കുക. എന്തിനാണ് മാനസിക പിരിമുറുക്കത്തിൽ നമ്മൾ ഓടി നടക്കുന്നത്? പണ്ട് എന്തെങ്കിലുമൊക്കെ ഇറക്കി വെക്കാൻ എന്തെങ്കിലും, പണ്ട് അത്താണി എന്നൊക്കെ പറയും. ഈ ചുമട് താങ്ങിയ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവോന്ന് അറിയില്ല, പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നേ. അച്ഛനറിയാൻ സാധിക്കും. ഈ നമ്മള് പണ്ട് കാലത്ത് തലയിൽ ചുമടുമായിട്ട് നടക്കുന്ന ആൾക്കാരെ നടന്നു പോകുമ്പോൾ ഇറക്കി വെക്കാൻ സഹായിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ ചുമടൊന്ന് താങ്ങി വെക്കുന്ന ചില കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന അത്താണി എന്ന് പറയുന്ന സാധനം അവിടെ കൊണ്ട് വെച്ചിട്ട് തല താഴ്ത്തിയെടുക്കാനും അവിടെ വിശ്രമിക്കാനും, അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീണ്ടും അത് തലയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന അത്താണി എന്ന് പറയുന്നത് സാധനമുണ്ട്. ഇന്നും പലയിടത്തും അവശേഷിക്കുന്നുണ്ട്. ഈ അത്താണി ഉണ്ടായിരുന്നു പലപ്പോഴും. അതുപോലെയാണ് അന്ന് തലയിലെ ചുമട് അവിടെ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്താണിയാണ്. ഇന്ന് ആ ചുമട്, ആ ഭാരം നമ്മുടെ തലക്കുള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതത്തിലെ പലപ്പോഴും സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ മുന്നിൽ കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിൽ പലപ്പോഴും ഒരുപാട് ഭാരം നമ്മൾ തലയിലേക്ക്.
വെച്ച് നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. എവിടെയാണ്? കൗൺസിലേഴ്സിനെ കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. കാര്യം നമുക്കിത് ഷെയർ ചെയ്യാൻ ആരുമില്ല. നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇത് മാനസിക പിരിമുറുക്കം ഇങ്ങനെ കിടന്ന് മനസ്സിനെ ഇട്ട് ഉലക്കുമ്പോൾ അവിടെ ചെല്ലുകയാണ്. ചെന്നിട്ട് പറയും, ഞാൻ പൈസ അങ്ങോട്ട് തരാം, എന്നെ ഒന്ന് കേൾക്കണം. അപ്പൊ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പോയി പറയാനും അത് സന്തോഷത്തോടെ കേൾക്കാൻ പറ്റുന്ന ഒരാളിനെ എന്ത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും നമ്മുടെ ദർശനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ സുഹൃത്ത് വലയത്തിനുള്ളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കേൾക്കാൻ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അടുത്തിരുന്ന് കേൾക്കാൻ, ആ കേൾക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ, ഉപദേശങ്ങളോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്നാൽ അത് ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ആഗ്രഹിക്കാനുള്ളത്, ആശംസിക്കാനുള്ളത്. ഒരുപാട് സമയം എടുത്തു, അതിന് പ്രത്യേകം സോറി പറയുന്നു. എല്ലാവർക്കും, ദർശനയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു സാർ. നമ്മുടെ ദർശന ക്ലബിനെ കുറിച്ചും സോളമനെ കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുകയും നല്ലൊരു കഥയിലൂടെ നല്ലൊരു മെസ്സേജ് തരികയും ചെയ്ത സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. ഇനി അടുത്തതായി നന്ദി പറയുക എന്ന സത്യമാണ്. നന്ദി പറയുന്നതിന് വേണ്ടി സുബൈറിക്കായെ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ സുബൈറിക്ക. സുബൈറിക്ക ഇല്ലാത്തത് കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നതാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. 164 സ്നേഹ സംഗമത്തിൽ എല്ലാവർക്കും നന്ദി നൽകുക എന്ന ഉദ്ദേശത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി ഇന്ന് അധ്യക്ഷതകൾ അലങ്കരിച്ചവരുടെ എല്ലാം ഞങ്ങളുടെ സഹോദരത്തിലാണ്. നേട്ടങ്ങളും ഉയർച്ചയിലേക്ക് ഞങ്ങളെ വളർത്തിക്കൂട്ടായ തണലായി നിൽക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറായ സോളമന് ദർശനത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. വളരെ തിരക്കുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഫാദർ ഷിജോ ജോസഫ് അച്ഛനാണ്. ഞങ്ങൾക്ക് നല്ല വാക്കുകൾ നൽകി ഉദ്ഘാടനം ചെയ്ത അച്ഛനെ ദർശനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി കടന്നു വന്ന ശ്രീമതി ദേശീയ മാഡം വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നതും നല്ല വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ധന്യരാക്കിയ പറയുന്നു. വിശിഷ്ട അതിഥിയായി കടന്നു വന്ന സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡ് വാങ്ങിയ ലേഡി ശ്രീ രാജു സാറ് പള്ളിക്കേപ്പറമ്പ് സാറ് ആണ്. സാറിന് ഇനിയും വീരങ്ങളിൽ വിളമ്പി ശോഭിക്കുന്ന ഇടയാത്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി നല്ല 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 മെസ്സേജുകൾ നൽകി ഞങ്ങളെ ആക്കിയതിന് ദർശനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് കവിതാ പാരായണ വ്യക്തികൾ വിജയം കരസ്ഥമാക്കിയ എല്ലാവർക്കും, അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും ഇനിയും വിജയങ്ങൾക്ക് എത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം നന്ദി. അടുത്തതായി ദർശനത്തിന്റെ പ്രസിഡന്റ് ഷിബിക്കാരി, പ്രോഗ്രാം കോർഡിനേറ്റർ ദർശന ക്ലബിന്റെ PRO എല്ലാവർക്കും ദർശന ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ഗൂഗിൾ മീറ്റിൽ അവതരണം, പ്രാർത്ഥന, സ്വാഗതം, റിപ്പോർട്ട് വായന എന്നീ കർത്തവ്യങ്ങൾ വളരെ മനോഹരമാക്കി ധന്യമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശന ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.
വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഇന്ന് ഈ സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത 165 സ്നേഹസംഗമത്തിൽ മീറ്റിംഗിൽ എത്തുമെന്ന സുഖവിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.